നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഇറാൻ യുദ്ധവും ആഗോള ഊർജ്ജ വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ യൂറോപ്പിൽ ഇന്ധനവിലയിൽ 70% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ലോകമെമ്പാടും പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരുവാൻ കാരണമായി. ജർമ്മനിയിൽ 18%, സ്പെയിനിൽ 34% വില വർദ്ധിച്ചപ്പോൾ ഇന്ത്യയിൽ ഇന്ധനവില വലിയ മാറ്റമില്ലാതെ തുടരുന്നത് സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ആവശ്യത്തിനുള്ള അസംസ്കൃത എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഈ ആഗോള ആഘാതത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. എണ്ണ ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ കഴിഞ്ഞത് കേവലം ഇന്ധനവില നിയന്ത്രിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ഉൽപാദന വിതരണ ശൃംഖലകളെ ഒന്നടങ്കം തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നതിലാണ് കലാശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ധന വിതരണം പുനഃക്രമീകരിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് എങ്ങനെയൊക്കെയാണ് കരുത്തായതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയിലെ ചരക്ക് നീക്കത്തിൻ്റെ 70% റോഡ് മാർഗമാണ് നടക്കുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ ഇന്ധന ലഭ്യതയുടെ പ്രാധാന്യം വ്യക്തമാകും. ചരക്ക് ലോറികളും മറ്റ് വാഹനങ്ങളും പ്രധാനമായും ഡീസലിനെയാണ് ആശ്രയിക്കുന്നത്. ഹോർമുസ് പ്രതിസന്ധിക്കിടയിലും ഇന്ധനം തടസ്സമില്ലാതെ ലഭ്യമാക്കിയതിലൂടെ ഡീസൽ വില കുതിച്ചുയരുന്നത് തടയുവാൻ സർക്കാരിന് സാധിച്ചു. ഇത് ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിച്ചു. ഉൽപ്പന്നങ്ങൾ ഫാക്ടറികളിൽ നിന്ന് വിപണികളിലേക്ക് എത്തുന്നതിനുള്ള ലോജിസ്റ്റിക്സ് ചെലവ് വർദ്ധിക്കാതിരിക്കുന്നത് രാജ്യത്തെ ചെറുകിട വൻകിട വ്യവസായങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. നിർമ്മാണ മേഖലയിലെ പല വ്യവസായങ്ങളും ഊർജത്തിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കെമിക്കൽ, വളം, സിമന്റ്, സ്റ്റീൽ വ്യവസായങ്ങളിൽ ഇന്ധനവിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് പോലും ഉൽപാദന ചെലവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ഇന്ത്യയിൽ ഇന്ധന ലഭ്യതയും വിലയും സ്ഥിരമായി നിന്നതോടെ ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മത്സരിക്കാൻ സാധിച്ചു. യൂറോപ്പിലെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെയും വ്യവസായങ്ങൾ ഊർജ്ജ പ്രതിസന്ധി മൂലം ഉൽപാദനം കുറയ്ക്കുകയോ വില വർദ്ധിപ്പിക്കുകയോ ചെയ്തപ്പോൾ ഇന്ത്യക്ക് തങ്ങളുടെ കയറ്റുമതി വിപണി വിപുലീകരിക്കാൻ ഇത് വലിയ അവസരമൊരുക്കി. ഇത് രാജ്യത്തെ വ്യവസായങ്ങളുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടെല്ലായ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ അഥവാ MSME മേഖലയുടെ നിലനിൽപ്പിന് ഇന്ധന സുരക്ഷ അത്യന്താപേക്ഷിതമായിരുന്നു. പ്രവർത്തന മൂലധനത്തിനായി കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതിലൂടെ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചെലവ് പരിധി വിട്ട് വർദ്ധിച്ചില്ല. ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വ്യവസായങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കുന്നതിനും കാരണമായി. കൂടാതെ കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതിനും ഈ ഊർജ്ജ സുരക്ഷ തുണയായി. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികളെ നയതന്ത്രപരമായി മറികടന്ന് എണ്ണ വിതരണം ഉറപ്പാക്കിയത് ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഒരു സുരക്ഷാ കവചമായി മാറി. ഇത് രാജ്യത്തിൻ്റെ GDP വളർച്ചാ നിരക്ക് നിലനിർത്തുന്നതിനും ആഗോളതലത്തിൽ വിശ്വസനീയമായ ഒരു ഉൽപാദന കേന്ദ്രമായി ഭാരതത്തെ അടയാളപ്പെടുത്തുന്നതിനും സഹായകമായി. വരും വർഷങ്ങളിൽ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറുന്നതോടെ ഇത്തരം വിദേശ പ്രതിസന്ധികളോടുള്ള ഇന്ത്യയുടെ പ്രതിരോധശേഷി ഇനിയും വർദ്ധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അത് ഇന്ത്യയെ ഒരു ആഗോള വ്യവസായ ശക്തിയായി ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവയ്ക്കും. ഇന്ത്യയുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 3 തന്ത്രങ്ങളാണുള്ളത്. ഇറക്കുമതി സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം, നയതന്ത്രപരമായ ഇടപെടലുകൾ, ആഭ്യന്തര വിപണിയിലെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ. ഇറാൻ യുദ്ധം തുടങ്ങിയതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി വർദ്ധിപ്പിച്ചു. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 45 മുതൽ 50% റഷ്യയിൽ നിന്നാണ്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മറികടക്കാൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള നീണ്ട കടൽപാതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തി. കൂടാതെ അമേരിക്ക, നൈജീരിയ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണയും LPGയും എത്തിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ മാത്രമായി ആശ്രയിക്കുന്ന രീതിയും ഭാരതം തിരുത്തി. കടൽ മാർഗമുള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ സങ്കൽപ്പ് വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുന്നതിനൊപ്പം നയതന്ത്ര ചാനലുകൾ വഴി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഭാഗികമായ നീക്കം ഉറപ്പാക്കാനും ഭാരതത്തിന് സാധിച്ചു. ആഭ്യന്തരമായി LPG ഉൽപ്പാദനം 28% വർദ്ധിപ്പിച്ചതും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകൾ വ്യാപിപ്പിച്ചതും ഗ്യാസ് സിലിണ്ടറുകളുടെ ഡിമാൻഡ് കുറയ്ക്കാൻ സഹായിച്ചു. കൂടാതെ 74 ദിവസത്തേക്ക് ആവശ്യമായ എണ്ണശേഖരം ഇന്ത്യ കരുതി വച്ചിരുന്നതും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തുണയായി.
ഇതിനെല്ലാം ഉപരിയായി ആഗോള വിപണിയിലെ വിലക്കയറ്റം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. പെട്രോളിന് ലിറ്ററിന് 10 രൂപ വീതം എക്സൈസ് ഡ്യൂട്ടി കുറച്ചതും ഡീസലിന്റെ നികുതി ഫലത്തിൽ പൂജ്യമാക്കിയതും വിലക്കയറ്റം തടയാൻ സഹായിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ചപ്പോൾ ഉണ്ടായ നഷ്ടം പൊതുമേഖലാ എണ്ണ കമ്പനികളും സർക്കാരും ചേർന്നാണ് വഹിച്ചത്. ഡീസൽ വില നിയന്ത്രിക്കുന്നത് വഴി ചരക്ക് നീക്കവും കാർഷിക ഉൽപ്പാദന ചെലവും വർദ്ധിക്കാതെ നോക്കുവാനും കഴിഞ്ഞു എന്നത് ഇന്ത്യയുടെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ നിർണായകമായി. ചുരുക്കത്തിൽ ആഗോള പ്രതിസന്ധിയെ നയതന്ത്രപരമായ നയങ്ങളിലൂടെയും സാമ്പത്തിക കരുതലോടുകൂടിയും നേരിട്ടതാണ് ഇന്ത്യയുടെ ഇന്ധന വിപണിയിലെ ഈ അസാധാരണമായ സ്ഥിരതയ്ക്ക് കാരണം. എന്നാൽ ഈ അസാധാരണമായ വില സ്ഥിരത എത്ര കാലം തുടരാൻ സാധിക്കുമെന്നത് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ പ്രതിരോധം പ്രധാനമായും നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി, നയതന്ത്ര ബന്ധങ്ങൾ, ആഗോള എണ്ണ വിപണിയിലെ വിതരണ ശൃംഖല എന്നിവയെ ആശ്രയിച്ചാണ്. ഇന്ധനവില നിയന്ത്രിച്ചു നിർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതിയിൽ വരുത്തിയ വൻകുറവ് രാജ്യത്തിൻ്റെ ഖജനാവിന് വലിയൊരു ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിൻ്റെ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നതിന് പകരം സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദീർഘകാലം ഇത്തരത്തിൽ നികുതി വരുമാനം വേണ്ടെന്ന് വയ്ക്കുന്നത് വികസന പ്രവർത്തനങ്ങളെയും സാമൂഹിക ക്ഷേമ പദ്ധതികളെയും ബാധിച്ചേക്കാം. എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം നികത്തുവാൻ സർക്കാർ നൽകുന്ന സബ്സിഡികൾ പരിധി ലംഘിച്ചാൽ അത് രാജ്യത്തിൻ്റെ ധനക്കമ്മി വർദ്ധിക്കാനും കാരണമാകും. ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ദീർഘകാലം $120 മുകളിൽ തുടർന്നാൽ ഇന്ത്യക്ക് നിലവിലെ വിലയിൽ ഇന്ധനം നൽകുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറും. റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യയുടെ വില സ്ഥിരതയുടെ മറ്റൊരു പ്രധാന തൂണ്. നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ ഭാവിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളോ ഉപരോധങ്ങളോ കാരണം ഈ ഇറക്കുമതിക്ക് തടസ്സങ്ങൾ നേരിട്ടാൽ ഇന്ത്യ വീണ്ടും ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് വിപണികളെയും ആശ്രയിക്കേണ്ടി വരും. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം വഷളാകുകയോ കടൽ മാർഗമുള്ള ഗതാഗത ചെലവ് ഇനിയും വർദ്ധിക്കുകയോ ചെയ്താൽ ആ അധിക ഭാരം എത്ര കാലം സർക്കാരിന് വഹിക്കാൻ കഴിയുമെന്നത് കണ്ടറിയണം. വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സം പോലും ഇന്ത്യയെപ്പോലൊരു വലിയ ഉപഭോക്തൃ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ സിര എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് തടസ്സപ്പെടുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഈ ഇടുങ്ങിയ കടൽപ്പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കപ്പെട്ടാലും ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലൂടെയും ബദൽ പാതകളിലൂടെയും എണ്ണ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇതിനായി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അമേരിക്ക തുടങ്ങിയ സ്രോതസ്സുകളെയും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പോലെയുള്ള ദീർഘദൂര കടൽപാതകളെയുമാണ്. ഒരു പ്രത്യേക മേഖലയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി ആഗോളതലത്തിൽ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തന്നെയാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയുടെ എണ്ണ വിതരണത്തിൻ്റെ പകുതിയോളവും റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. റഷ്യയുടെ കിഴക്കൻ തുറമുഖങ്ങളിൽ നിന്നും ആർട്ടിക് മേഖലയിൽ നിന്നുമുള്ള എണ്ണ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിക്കാതെ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കും. കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയ, അങ്കോള എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കുമായി ബന്ധമില്ലാത്തതിനാൽ യുദ്ധം ഇതിനെ ബാധിക്കില്ല. അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. കടൽപാതകളിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇന്ത്യ സ്വീകരിക്കുന്ന മറ്റൊരു തന്ത്രം. ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും സംഘർഷം രൂക്ഷമാകുമ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റിയുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പാതയാണ് കപ്പലുകൾ ഉപയോഗിക്കുന്നത്. ഈ പാത വഴി സഞ്ചരിക്കുമ്പോൾ യാത്രാസമയം 30% വർദ്ധിക്കുമെങ്കിലും സുരക്ഷിതമായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ എണ്ണ എത്തിക്കാൻ സാധിക്കും. കൂടാതെ ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിന് പുറത്ത് സ്വന്തമായി തുറമുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒമാനിലെ ദുഃഖം തുറമുഖം ഹോർമുസ് കടലിടുക്കിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് ഈ തുറമുഖങ്ങളിലൂടെ പൈപ്പ് ലൈൻ വഴിയോ കപ്പൽ വഴിയോ എണ്ണ എത്തിക്കാനുള്ള നയതന്ത്ര ധാരണകളുമുണ്ട്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് അടയുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുമെങ്കിലും എണ്ണ വിതരണം പൂർണ്ണമായും നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടാകില്ല. റഷ്യയും അമേരിക്കയും പോലുള്ള വലിയ പങ്കാളികളുമായുള്ള ബന്ധവും ആഫ്രിക്കൻ വിപണിയിലെ സജീവ സാന്നിധ്യവും ഇന്ത്യയെ സുരക്ഷിതമാക്കും. അതോടൊപ്പം തന്നെ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി എഥനോൾ മിശ്രിതം വർദ്ധിപ്പിക്കാനും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുമുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം ആഗോള പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും. നയതന്ത്രപരമായ കരുത്തും ഭൂമിശാസ്ത്രപരമായ ബദൽ മാർഗങ്ങളും ഉപയോഗിച്ച് ഏതൊരു ഊർജ്ജ പ്രതിസന്ധിയെയും നേരിടാൻ ഇന്നത്തെ ഇന്ത്യ സജ്ജമാണ്. എങ്കിലും ഇന്ത്യയുടെ ഇന്ധന വിപണിയിലെ ഈ സ്ഥിരത ഒരു താൽക്കാലിക പ്രതിരോധ കവചമാണ് എന്നത് പറയേണ്ടതാണ്. ആഭ്യന്തരമായി LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് അതിവേഗം മാറുകയും ചെയ്യുക എന്നതിലാണ് ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷ അടങ്ങിയിരിക്കുന്നത്.
ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപനവും പ്രകൃതിവാതകത്തിൻ്റെ ഉപയോഗവും വർദ്ധിക്കുന്നതോടെ എണ്ണ ഇറക്കുമതിയിലുള്ള അമിത ആശ്രയം കുറയ്ക്കാൻ സാധിക്കും. അതുവരെ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ നിലപാടുകളും ഇന്ത്യയുടെ ഇന്ധന വിലയെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിരത എത്ര കാലം നീണ്ടു നിൽക്കുമെന്നത് ആഗോള വിപണിയിലെ വരും മാസങ്ങളിലെ ചലനങ്ങളെയും സർക്കാരിൻ്റെ സാമ്പത്തിക കരുത്തിനെയും ആശ്രയിച്ചിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.